മാഗ്നിഫിസൻറ്റ് സെഞ്ചുറിയിലെ രണ്ട് പ്രധാന ക്യാരക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാഹിദേവ്രാൻ സുൽത്താനും ഹുറം സുൽത്താനും. രണ്ടുപേരും സുൽത്താൻ സുലൈമാൻ്റെ ഭാര്യമാരാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട ക്യാരക്ടർ ഇബ്രാഹിം പാഷ, അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. മാഗ്നിഫിസൻറ്റ് സെഞ്ചുറി സീരീസിൻ്റെ ടാഗ് ലൈൻ തന്നെ സ്റ്റോറി ഓഫ് എ സ്ലേവ് ഗേൾ എന്നായിരുന്നു. ഹുറം സുൽത്താനെ ഫോക്കസ് ചെയ്തെടുത്തേക്കുന്ന ഒരു സീരീസാണ്. ഹുറത്തിൻ്റെ നമ്പർ 1 എനിമിയായിരുന്നു ഇബ്രാഹിം പാഷ. അതിനാൽ തന്നെ ഈ സീരീസിൽ പ്രതിനായക കഥാപാത്രമാണ് ഇബ്രാഹിം പാഷ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഹുറം സുൽത്താനെ പോലെ തന്നെ സുൽത്താൻ സുലൈമാനോട് അടുപ്പവും സ്വാധീനവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം പാഷ. പാഷ എന്ന് പറഞ്ഞ ഒരു സ്ഥാനപ്പേരാണ്. അവിടെ മന്ത്രിമാരെ പാഷ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിലൊരു പാഷയായിരുന്നു ഇബ്രാഹിം. അവിടെ ഉണ്ടായിരുന്ന മെജോറിറ്റി ആളുകളെ പോലെ ഇബ്രാഹിം കുട്ടിയായിരിക്കെ യുദ്ധത്തടവുകാരനായി ആ രാജ്യത്തെത്തിയതാണ്. ഒരടിമയായി ചന്തയിൽ വിൽക്കാൻ നിർത്തിയപ്പോൾ കുട്ടികളില്ലാത്തൊരു സ്ത്രീയാണ് ആ കുട്ടിയെ വാങ്ങിയത്. അവർ ഇബ്രാഹിമിനെ അവരുടെ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയത്. ഇബ്രാഹിമിന് കുട്ടിക്കാലം തൊട്ട് വയലിൻ പ്ലേ ചെയ്യുന്ന വലിയ ഇഷ്ടമായിരുന്നു. അത് മനസ്സിലാക്കിയ ആ വീട്ടുകാർ അവന് വയലിൻ വാങ്ങിക്കൊടുത്ത് അത് പഠിപ്പിക്കാനും മടി കാണിച്ചില്ല. വലുതായി കൗമാരക്കാരനായി ഇബ്രാഹിം നല്ലൊരു വയലിനിസ്റ്റായി. അയാൾ ഒരു ദിവസം സുഹൃത്തുമൊത്ത് ഒരു തുറസായ സ്ഥലത്ത് നിന്ന് വയലിൻ വായിക്കുമ്പോൾ അതുവഴി മറ്റ് സൈനികരോടൊപ്പം സുൽത്താൻ സുലൈമാൻ നാട് ചുറ്റാനിറങ്ങി. അദ്ദേഹം ഇത് കേൾക്കുകയും അങ്ങോട്ട് വന്ന് ഇബ്രാഹിമിനെ പരിചയപ്പെടുകയും ചെയ്തു. അന്നു മുതൽ സുലൈമാൻ ഇബ്രാഹിമിനെ തൻ്റെ കൂടെ കൂട്ടി സുലൈമാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും സന്തത സഹചാരിയും ഒക്കെയായി മാറി. സുലൈമാൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി എന്ന് വേണമെങ്കിലും പറയാം. ഒരു ഘട്ടത്തിൽ ഇബ്രാഹിമിനെ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി അഥവാ ഗ്രാൻഡ് വിസയറാക്കി നിയമിക്കാനും സുൽത്താൻ സുലൈമാൻ മടി കാണിച്ചില്ല. സുലൈമാൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ പല നിർണായക തീരുമാനങ്ങളും എടുക്കാൻ അധികാരമുള്ള ഒരാളാക്കി ഉയർത്തുകയും ചെയ്തു. എന്നാൽ ഇബ്രാഹിമിന് സുൽത്താൻ്റെ ഭാര്യമാരിൽ ആദ്യ ഭാര്യയായ മാഹിദേവ്രാനോടും അവരുടെ മകനായ മുസ്തഫയോടുമായിരുന്നു കൂടുതൽ കൂറ്. മുസ്തഫയാണ് ചട്ടപ്രകാരം രാജാവാകേണ്ടത്. സുൽത്താൻ്റെ മൂത്ത മകനാണ് മുസ്തഫ. അതിനാൽ തന്നെ മുസ്തഫയാണ് ആവേണ്ടത്. എന്നാൽ ഹുറം അതിന് എന്തെങ്കിലും തടയിട്ട് അവരുടെ മകനെ രാജാവാക്കുമെന്ന് ഇബ്രാഹിമിന് തോന്നി. അതിനാൽ തന്നെ അങ്ങനെ നടക്കാതിരിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം തൻ്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയാകുമെന്ന് ഹെറത്തിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരിൽ ആർക്കാണ് സുൽത്താൻ സുലൈമാനോട് കൂടുതൽ സ്വാധീനം ചെലുത്തി തങ്ങളുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു മത്സരത്തിലായിരുന്നു. ഇബ്രാഹിം പലപ്പോഴും മുസ്തഫയെ കാണുകയും അയാളിൽ അതിനുള്ള പക്വതയും അറിവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഇബ്രാഹിമിനേക്കാൾ അനുഭവ സമ്പത്ത് പ്രായവും ഒക്കെ ഒരുപാടുണ്ടായിരുന്നവർ നിൽക്കെ സുൽത്താൻ സുലൈമാൻ 30 വയസ്സ് പോലും തികയാത്ത ഇബ്രാഹിമിനെ ഗ്രാൻഡ് വിസയറാക്കിയതിൽ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അവരൊക്കെ ഇബ്രാഹിമിനെ അവരുടെ ശത്രുവായാണ് കണ്ടത്. സുൽത്താൻ്റെ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞെങ്കിലും ഭർത്താവിനെ നഷ്ടപ്പെട്ട് കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവർക്ക് ഇബ്രാഹിമിനോട് ഇഷ്ടവും ഉണ്ടായിരുന്നു. എന്നാൽ സുൽത്താൻ്റെ പെങ്ങളായതുകൊണ്ട് അവരോട് അത്തരത്തിലൊരിഷ്ടം ഇബ്രാഹിമിനും ഉണ്ടായിരുന്നുവെങ്കിലും സുലൈമാൻ്റെ ഇഷ്ടക്കുറവിന് കാരണമാവുമോ എന്ന് പേടിച്ച് അയാൾ അവരുടെ ഇഷ്ടത്തെ തുറന്നു കാണിച്ചില്ല. എന്നാൽ പിന്നീട് തൻ്റെ സഹോദരിക്ക് ഇബ്രാഹിമിനോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ സുൽത്താൻ മുൻകൈയെടുത്ത് വിവാഹം നടത്തിക്കൊടുത്തു. അവർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. ഇബ്രാഹിം വളരെ സ്നേഹമുള്ള ഭർത്താവും അച്ഛനുമൊക്കെ ആയിരുന്നുവെങ്കിലും ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം ഇവരോടൊപ്പം ചിലവഴിക്കാൻ കഴിയാതെ അത് രണ്ടുപേർക്കുമിടയിൽ അസ്വസ്ഥതകളുണ്ടാക്കി. അയാൾ സമയത്തിന് വീട്ടിലേക്ക് വരാതിരിക്കുകയും ഖദീജയെ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നതായി അവർക്ക് തോന്നി. എന്നാൽ അവർ തമ്മിൽ ഒരിക്കൽ ഇത്തരത്തിലൊരു തർക്കത്തിനിടയിൽ ഖദീജയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ ഒരു കാര്യം അയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇബ്രാഹിം ഒരിക്കലും അവരുടെ റോയൽ ബ്ലഡിൽപ്പെട്ട ഒരാളല്ല, നേരെ മറിച്ച് ആ രാജ്യത്തെ അടിമയാണ്. അതിനാൽ തന്നെ രാജകുടുംബത്തിൽപ്പെട്ടവർ പറയുന്നതൊക്കെ അയാൾ അനുസരിക്കാൻ ബാധ്യസ്ഥനുമാണ്. ഖദീജയുടെ ഭാഗത്തു നിന്നും വന്ന ഈ വാക്കുകൾ അയാളെ അപ്പാടെ ഉലച്ചു കളഞ്ഞു.
രാജകുടുംബത്തിൽപ്പെട്ട തൻ്റെ ഭാര്യയുടെയും മക്കളുടെ അടിമയാണ് താനെന്ന് കേട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഈ സംഭവം അവരെ തമ്മിൽ കൂടുതൽ അകറ്റി. നിഗാർ കാഫയ്ക്ക് ഇബ്രാഹിമിനോട് ഒരിഷ്ടമുണ്ടായിരുന്നു. അത് പക്ഷേ അവൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇബ്രാഹിമിനോടും പറഞ്ഞിട്ടില്ല. കാരണം ഖദീജ സുൽത്താനുമായി ഇബ്രാഹിമിന് ഇഷ്ടമാണ്, അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള അറിവ് അവൾക്കുണ്ടായിരുന്നു. ഒരിക്കലും തനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എങ്കിലും ചിലർക്ക് ചിലരോടൊരിഷ്ടം തോന്നും. അത് എല്ലാവർക്കും മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. നിഗാറിന് ഇബ്രാഹിമിനോട് അത്തരമൊരു ഇഷ്ടമുള്ളതായി ഇബ്രാഹിമിനും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിഗാർ അത് മറച്ചു വെച്ചിരുന്നു എങ്കിലും ഇബ്രാഹിമിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അയാൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടാൻ നിഗാറിനോട് അടുക്കുന്നു. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളതിനാൽ തന്നെ തെറ്റാണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാൻ രണ്ടുപേർക്കും സാധിക്കുന്നില്ല. പിടിക്കപ്പെട്ടാൽ രണ്ടുപേരും ശിക്ഷിക്കപ്പെടും എന്നറിഞ്ഞിട്ടും അവരുടെ ബന്ധം മുന്നോട്ടു പോകുന്നു. നിഗാർ ഗർഭിണിയാവുകയും ചെയ്യുന്നു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അവർ പിടിക്കപ്പെട്ടു. നിഗാർ തടവിലാവുകയും ചെയ്തു. യുദ്ധത്തിനായി ദൂരെ എവിടെയോ ആയിരുന്നതിനാൽ ഇബ്രാഹിം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. നിഗാർ പ്രസവിച്ച കുഞ്ഞിനെയും അവളിൽ നിന്നും അകറ്റുന്നു. അങ്ങനെ 3 പേരും 3 ഇടങ്ങളിൽ. നിഗാറിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞ ഇബ്രാഹിം ഏത് വിധേനയും ആ കുഞ്ഞിനെ വീണ്ടെടുക്കുന്നുണ്ട്. ഇബ്രാഹിമിന് ആ മകൾ ഏറെ പ്രിയപ്പെട്ടതാവാൻ ഒരു കാരണമുണ്ട്. അവൾക്ക് ഖദീജ പറയുന്നത് പോലെ റോയൽ ബ്ലഡൊന്നുമില്ലല്ലോ. അതിനാൽ ഇബ്രാഹിം അവളുടെ അടിമയല്ല, നേരെ മറിച്ച് അവളുടെ അച്ഛനാണ്. ആ കുഞ്ഞിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അയാൾ ചെയ്യുന്നു. എന്നാൽ ഒരു നാൾ ഹുറത്തിൻ്റെയും മറ്റുള്ള ശത്രുക്കളുടെയുമെല്ലാം ആഗ്രഹം പോലെ ഇബ്രാഹിം സുൽത്താൻ്റെ അപ്രീതിക്ക് പാത്രമാവുന്നു. അയാൾ വധിക്കപ്പെടുകയും ചെയ്യുന്നു. സുലൈമാൻ അറിയാതെ മുസ്തഫയെ തന്നെ രാജാവാക്കാനായി ഇബ്രാഹിം കളിച്ച കളികൾ സുലൈമാനിൽ അതൃപ്തി ഉണ്ടാക്കി. രാജ്യത്ത് രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം അധികാരം സമ്പത്തും ഒക്കെ ഉള്ള ആളായിരിക്കുമ്പോഴും താനൊരു അടിമ മാത്രമാണ് എന്ന ഓർമ്മപ്പെടുത്തലുകൾ അയാളെ വേദനിപ്പിച്ചിരുന്നു. അടിസ്ഥാനമായി ഇബ്രാഹിം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സമൂഹത്തിൻ്റെ കണ്ണിൽ അയാൾ ഭാര്യയെ ചതിച്ചവനും ഹുറം സുൽത്താൻ്റെ ശത്രുവും ഒക്കെ ആയിരിക്കാം. എന്നാൽ അയാൾക്ക് എല്ലാവരോടും സ്നേഹം തന്നെയായിരുന്നു. മുസ്തഫയോട് കാണിക്കുന്ന അനീതി രാജ്യത്തോട് തന്നെ കാണിക്കുന്ന അനീതിയായാണ് അയാൾ കണ്ടത്. അയാൾ മുസ്തഫയ്ക്ക് വേണ്ടി ചരടുവലികൾ നടത്തിയത് അതിനുവേണ്ടിയാണ്. മുസ്തഫ തൻ്റെ പിതാവിന് മറ്റൊരു ഭാര്യയിലുണ്ടായ കുട്ടികളെ തൻ്റെ സ്വന്തം സഹോദരങ്ങളായി തന്നെയാണ് കണ്ടിരുന്നത്. മുസ്തഫ രാജാവായാൽ അവിടെ അത്തരത്തിലുള്ള യാതൊരു അനീതിയും ഉണ്ടാവില്ല എന്ന് ഇബ്രാഹിമിന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ സുലൈമാനും സാധിച്ചില്ല. അധികം ആലോചനയും ചോദ്യവും ഒന്നുമില്ലാതെ ഇബ്രാഹിമിനെ കൊലപ്പെടുത്താൻ സുലൈമാന് കഴിഞ്ഞു. അത് വളരെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യമാണ് എന്നെ. ഇബ്രാഹിമിനോട് കാണിച്ചത് ഏത് തരത്തിൽ നോക്കിയാലും അനീതി തന്നെയാണ്. ഇബ്രാഹിം ഇന്നും എൻ്റെ മനസ്സിൻ്റെ ഒരു നോവാണ്. അത് എത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിച്ചു എന്നെനിക്കറിയില്ല. മാഗ്നിഫിസൻറ്റ് സെഞ്ചുറിയിലെ ഓരോ ക്യാരക്ടേഴ്സും ചരിത്രത്തിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ്. തീർച്ചയായും സീരീസിനായി ഭാവനാപരമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരുന്നിരിക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ ക്യാരക്ടറും വളരെ കൺവിൻസിംഗ് ആയിരുന്നു. ഇബ്രാഹിമിനും നിഗാറിനും അവരുടെ മകൾ പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിലും ആ കുഞ്ഞ് എന്നും അനാഥയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗിയായി തോന്നി.